നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1 ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മറ്റു സമുദായങ്ങളെ അവഹേളിക്കരുത്, വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി കത്തോലിക്ക കോൺഗ്രസ്. കുവൈത്ത് വിഷമദ്യ ദുരന്തം, മുഖ്യപ്രതികൾ അറസ്റ്റിൽ, പിടിയിലായവരിൽ ഇന്ത്യക്കാരനും. ഇന്ത്യക്കുള്ള അധിക തീരുവ ഒഴിവാക്കിയേക്കും സൂചന നൽകി ട്രംപ്. വളരെ കാലമായി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവ്, മോദിയുടെ ആശംസയ്ക്ക് നന്ദി പറഞ്ഞ് രജനീകാന്ത്. ചെറായി ബീച്ചിൽ ആനയുടെ ജഡം, അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമാകുന്നു. ലണ്ടനിലെ തെരുവിലൂടെ കൂളായി നടന്ന് ദുബായ് രാജകുടുംബാംഗങ്ങൾ. സമൂഹ മാധ്യമത്തിൽ വൈറലായി ദുബായ് രാജകുടുംബാംഗങ്ങൾ. ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ വൈറലായി. മറ്റു ചില ചിത്രങ്ങളിൽ കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലണ്ടനിലെ തെരുവിലൂടെ രാജകുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം നടക്കുന്നതും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. രാജിവെച്ചവരെല്ലാം തിരിച്ചുവരണം, അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേത മേനോൻ. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ശ്വേത മേനോന് അഭിനന്ദന സന്ദേശങ്ങളുടെ പെരുമഴ. തന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു പോളിംഗ് എന്നും അംഗങ്ങളുടെ പ്രതീക്ഷയാണ് കാരണമെന്നും ശ്വേത പറഞ്ഞു. രാജിവെച്ചവരെയെല്ലാം തിരിച്ചു വിളിച്ചും ശ്വേത. കരോക്കെ ദോഹ മ്യൂസിക് ഇനി ക്യൂ മെലഡിയ. ഓഗസ്റ്റ് 15 ഖത്തർ ഏഷ്യൻ ടൗണിൽ മെസ്കഫെ ഹാൾ വെച്ച് നടന്ന മധുരിക്കും ഓർമ്മകൾ എന്ന സംഗീത നിശയിലൂടെ ദോഹയിലെ അറിയപ്പെടുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയായ കരോക്കെ ദോഹ മ്യൂസിക് ഗ്രൂപ്പ് 4 വർഷങ്ങൾക്ക് ശേഷം ക്യൂ മെലഡിയ എന്ന പേരിലേക്ക് മാറി. പ്രശസ്ത സിനിമാ താരം ഹരീഷ് ചന്ദ്രപ്രസാദാണ് ക്യൂ മെലഡിയയുടെ പേര് ലോഞ്ച് ചെയ്തത്. ഇൻഖാസ് ഖത്തറിന്റെ പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ, ഗ്രൂപ്പ് അഡ്മിൻമാരായ റൌഫ് മലയിലും റീന സുനിലിന്റെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഖത്തറിലെ എല്ലാ കലാപ്രേമികൾക്കും ക്യൂ മെലഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ചേരുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 50 അടിച്ച് സഞ്ജു. കേരള ക്രിക്കറ്റ് ലീഗ് പ്രദർശന മത്സരത്തിൽ സെക്രട്ടറി 11 ജയം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 50 അടിച്ച് സഞ്ജു. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajman.